ആരോഗ്യമന്ത്രി മുന്തിരിക്കൊലയും പറിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? മലപ്പുറം തിരൂരങ്ങാടി സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. മുന്തിരിക്കൊല പറിക്കൽ നടക്കുന്നുണ്ട്, പക്ഷേ പ്രസവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഡോക്ടർമാരില്ലത്രേ. ഡോക്ടർമാരെ നിയമിക്കേണ്ടതാരാണ്? അത് മന്ത്രിയാണ്. മന്ത്രി എവിടെയാണ്? മന്ത്രി മുന്തിരിക്കൊല പറയുടെ ഫോട്ടോഷൂട്ടിലാണ്. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് ഗൈനക്കോളജി വിഭാഗം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഡോക്ടർമാർ അവധിയെടുത്തു പോയതാണ് പ്രതിസന്ധിയാക്കിയത്. 2 സീനിയർ കൺസൾട്ടന്റുമാരും ഒരു ജൂനിയർ കൺസൾട്ടന്റും അടക്കം 3 ഡോക്ടർമാരുള്ള ഗൈനക്കോളജി വിഭാഗത്തിലാണ് പ്രതിസന്ധി. ജൂനിയർ കൺസൾട്ടന്റ് വ്യക്തിപരമായ ആവശ്യത്തിനും സീനിയർ കൺസൾട്ടന്റുമാരിൽ ഒരാൾ ദീർഘകാലാവധിയും എടുത്ത് സ്വകാര്യ ആശുപത്രിയിലും ജോലിയിലേക്കും പോയി. മറ്റൊരു ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ട് പകരം ഡോക്ടറെ നിയമിച്ചിട്ടുമില്ല. പ്രസവത്തിനായി എത്തിയവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ രാവിലെ ഒന്ന് അഡ്മിറ്റ് വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല. അപ്പോൾ ജനറൽ ഡോക്ടർ പറഞ്ഞു ഞാൻ കഴിത്തരങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുപോയി ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും വേണ്ടില്ല നമ്മൾ കൊണ്ടുപോയി കാണിച്ചോളി. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചാൽ ഒരു എടുക്കൂല, ഒരു എടുക്കോ പിന്നെ നമ്മൾ തട്ടി കളിക്കും. കേട്ടല്ലോ, ഒരു പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രസവം നിർത്തി. നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പൊയ്ക്കോളൂ, ഞമ്മന്റെ ആളി തന്നെ ആ സ്വകാര്യ ആശുപത്രിയൊക്കെ നടത്തുന്നത്. ഈ സർക്കാർ ആശുപത്രിയൊക്കെ തുറന്നു വെച്ച് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഈ നമ്മളെ വരുമാനങ്ങളൊക്കെ മുട്ടുന്ന അവസ്ഥ വരില്ലേ? അതുകൊണ്ട് അവിടങ്ങളിലൊന്നും ഡോക്ടർമാരെ വിടണ്ട, അവിടങ്ങളിലൊന്നും പ്രസവം നടക്കില്ല. എല്ലാം നേരെ നമ്മൾ തുറന്നു വച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ദൂരമുള്ള മെഡിക്കൽ കോളേജുകളിലേക്കോ പൊയ്ക്കോ. ഇതാണ് നിർദ്ദേശം. എന്തൊരു മാറ്റമാണ്! ഒരു സിസ്റ്റം നന്നാക്കിയിട്ട് വേണ്ടേ മന്ത്രി മുന്തിരിക്കൊല പറിക്കാൻ പോകേണ്ടത്? നാട്ടിലെ സ്ത്രീകളുടെ പ്രസവമാണോ വലുത്, മുന്തിരിക്കൊല പറയുകയാണോ വലുതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം മുന്തിരിക്കൊലയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതാണിപ്പോൾ തിരൂരങ്ങാടിയിലെ ഈ ആശുപത്രിയിൽ സംഭവിച്ചത്. വളരെ ദുഃഖത്തോടു കൂടിയാണ് പരുത്തിക്കാട് ആ വാർത്ത തന്നെ വായിച്ചത്. എല്ലാം ഓക്കെ ആവും, കഴിവിന്റെ അപ്പോസ്തലന്മാരാണ്, എരണമുള്ളവരാണ് ഭരിക്കാൻ വരുന്നു എന്നൊക്കെ വീമ്പടിച്ച് നടന്നിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റാതെ തൊണ്ടേ കുടുങ്ങിയ അവസ്ഥയിലാണ് പരുത്തിക്കാട്. നോക്കണേ, സർക്കാർ ആശുപത്രികളിലെല്ലാം സാധാരണക്കാർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ സഹായകരമായിരുന്നു, അവർക്ക് ഏറെ ഗുണകരമായിരുന്നു. ആ കാലമൊക്കെ പോയി. വോട്ട് വന്നപ്പോഴത്തേക്കും പ്രലോഭനങ്ങളിൽ വീണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ മയങ്ങിച്ചെന്ന് ചാടിക്കൊടുത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു?